KTM ന്യൂസിലേക്ക് സ്വാഗതം. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗോവർദ്ധനി പദ്ധതിയിൽ മൃഗസംരക്ഷണ വകുപ്പ് കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ നൽകുന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാർ PB സുരേന്ദ്രൻ, P സജിത്ത്, ലിബി വർഗീസ്, ഡോക്ടർ സുമി ചന്ദ്രൻ, വെറ്റിനറി സർജൻ പുത്തൂർ ഡോക്ടർ ജിതേന്ദ്രകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ ബീന എലിസബത്ത്, ജോൺ എന്നിവരും വിവിധ പാൽ വിതരണ സംഘത്തിലെ പ്രസിഡന്റുമാർ, ക്ഷീരകർഷകരും പങ്കെടുത്തു. ആ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ 2024 ഒക്ടോബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജയശ്രീ 32,579 കന്നുകുട്ടികളെ കൂടി പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിൽ ഏറ്റെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിനകത്ത് 1 ലക്ഷത്തോളം കന്നുകുട്ടികൾ ഓരോ വർഷവും പരിചരിപ്പിക്കപ്പെടേണ്ടവ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അതിന്റെ 60% വലുതായി മാറാതെ വഴിയിൽ വെച്ച് തന്നെ പൊടിഞ്ഞു പോകുന്നു എന്നുള്ള വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദകമാണ്. ആ ഘട്ടത്തിലാണ് 4 മുതൽ 6 മാസം വരെയുള്ള കന്നുകുട്ടികളെ ഏറ്റെടുത്ത് ഇൻഷുറൻസ് പരിരക്ഷ നൽകി സബ്സിഡിയോടുകൂടി ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുത്ത് പൊതുസമൂഹത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ കന്നുകുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ആശയത്തിന്റെ ഭാഗമായി ഗോവർദ്ധനി എന്ന പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ചു. തുടർച്ചയായി പോകുന്നു. 50% സബ്സിഡിയുടെ പണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോവർദ്ധനി പദ്ധതി തുടങ്ങുമ്പോൾ നമ്മുടെ കന്നുകുട്ടികളുടെ പരിപാലനം പ്രധാനപ്പെട്ട ആശയമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഇന്നലെയാണ് ഈ പദ്ധതി എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം. ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിധത്തിലുള്ള പണം ലഭ്യമാകുന്നതിന്റെ ആവശ്യകത കൂടി പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കേരളത്തിൽ 8.5 വർഷക്കാലത്തിനിടയിലോ ഒരു 10 വർഷക്കാലത്തിനിടയിലോ നമ്മൾ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ പാല് ആളുകൾക്ക് കിട്ടാൻ കഴിയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതിൽ സ്വയം പര്യാപ്തത ലഭിക്കുക. സാധാരണ നിലയിൽ അയൽ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും വരുന്ന പാലുകൾ അതിർത്തിയിലെ പരിശോധനയെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ച ആകുലത നേരത്തെ നമുക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആന്റിബയോട്ടിക്കുകൾ പോലും അരച്ചു ചേർക്കപ്പെട്ട പാലുകളാണ് വരുന്നതിൽ ഒരു നല്ല ശതമാനം എന്ന ഭീതിയും നമ്മുടെ മുന്നിലുണ്ടായി. ആ ഭീതിക്ക് വിരാമം കൊടുത്തുകൊണ്ട് അക്രഡിറ്റഡ് ഏജൻസികൾ നേരിട്ട് നടത്തുന്ന പരിശോധനകളിലൂടെ അയൽ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന പാലുകളുടെ അളവ് കുറയ്ക്കാൻ കേരളത്തിൽ ആരംഭിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പഞ്ചായത്താണെങ്കിൽ സർക്കാർ നടത്തുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ ആവേശത്തിലോ ഈ രംഗത്ത് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആലോചിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പോത്തുകുട്ടികളെ മേടിക്കാൻ 6,000 രൂപ സബ്സിഡി കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി പുത്തൂർ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിലൂടെ മാറിയിട്ടുണ്ട്. കറവ പശുവിനെ മേടിക്കാൻ 30,000 രൂപ ഇവിടെ സബ്സിഡി കൊടുക്കുന്ന സ്ഥിതിവിശേഷം. 180ഓളം കറവ പശുക്കൾക്ക് കാലിത്തീറ്റയുടെ സബ്സിഡിയും പഞ്ചായത്തിനകത്ത് നിന്നും കൊടുക്കാമെന്നൊരു ബോധമണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ വിമർശന ബുദ്ധികളായി റോഡ് വലുതാകുന്നു, 2ാമത്തെ പാലം വരാൻ പോകുന്നു, തൊണ്ടയിലെ വെള്ളവസ്ഥ വെച്ചിട്ടതാണ്. എത്ര തവണ ഇത് ആവർത്തിച്ചു പറഞ്ഞാലും കിഴക്കത്തിൽ ജഗതിക്ക് എല്ലാം ഇന്നസെന്റിന് ലോട്ടറി അടിച്ചതുപോലെ 4 കുറെ കണ്ടിട്ടുണ്ട്, 6 കുറെ കണ്ടിട്ടുണ്ട്, പാലം കുറെ കണ്ടിട്ടുണ്ട്, റോഡ് കുറെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇതിനോടൊരു വിശ്വസ്തതയിലേക്ക് അങ്ങ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഗതിമാറുകയാണ്. പുത്തൂരിലേക്ക് ഇതുവഴി യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം, പുത്തൂരിലെ പലയിടങ്ങളിലും കടകൾ പൊളിക്കുന്നു, വീടുകൾ പൊളിക്കുന്നു.
എരവിമംഗലം ഷഷ്ടിക്ക് മുമ്പ് നന്നാക്കാൻ വേണ്ടിയല്ല, സർക്കാർ പണം കൊടുത്ത് ഏറ്റെടുക്കുകയാണ്. വെറുതെ ഏറ്റെടുക്കുന്നതല്ല, പണം കൊടുത്ത് ഏറ്റെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി പുറമ്പോക്ക് നാലെണ്ണത്ത് പൊളിച്ചിട്ട് ഞങ്ങൾ തുടക്കം കുറിച്ചു എന്ന് പറയാനല്ല, കൃത്യമായി 47 കോടി രൂപ ഈ ചെറിയ സ്ഥലത്തിനുള്ളിൽ കൊടുത്ത് ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന 30 ലക്ഷം വരുന്ന മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഇടമായി ഇത് മാറണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 15 മീറ്റർ വീതി പുത്തൂർ എന്ന 3.5 കിലോമീറ്റർ നീളത്തിൽ കുട്ടനല്ലൂരിലെ പാലം മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള പ്രദേശം 15 മീറ്റർ വീതി തിരുവനന്തപുരത്ത് കാണാവുന്ന വിധത്തിലുള്ള കിഫ്ബിയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള സ്വഭാവത്തിലൂടെയുള്ള റോഡായി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത്. ഇന്ന് ഞാൻ ആ 2 കോടി ചെലവാക്കിയെന്ന് AS കണ്ടപ്പോൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. 1 വർഷക്കാലത്തിനുള്ളിൽ 2 പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് കുറെ കൂടി വീതിയിലൂടെ വിസ്താരത്തിലൂടെ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ക്ഷീര കർഷകർക്ക്, അതുകൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ യോഗത്തിൽ പറഞ്ഞത്, നമ്മുടെ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് അവരുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ, ശുദ്ധമായ പാലും പാലിന്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരുന്ന മനുഷ്യനെ പാലിന്റെ വിശുദ്ധിയോടെ സ്വാഗതം ചെയ്യാൻ ഈ പഞ്ചായത്തിലെ കർഷകരെ പ്രാപ്തരാക്കുക എന്ന ചുമതല മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തും കൂട്ടായി നിർവഹിക്കാനുണ്ട്. ഇത്ര അസുലഭമായിട്ടുള്ള ഒരവസരം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ നമ്മുടെ മണ്ഡലത്തിലേക്കല്ലേ, എന്നാലൊന്ന് പരിചയപ്പെട്ട് കളയാൻ എന്ന് കരുതി ഞാനവരെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പരിചയപ്പെടാം, പോയിട്ട് കേട്ട ഭാഷ അറിഞ്ഞിട്ടല്ല, എന്നാലും ഒരു സന്തോഷം. അപ്പോ ഉടനടി അവർ വിളിച്ചു, അമ്മയോട് ചോദിക്കുക, പെങ്ങളോട് ചോദിക്കുക, അനിയനോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ ഒന്ന് പറയാൻ അവർ രണ്ടുപേരും പുത്തൂരിലെ സൂപ്പർമാർക്കറ്റ് പാർക്ക് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ തുറന്നിട്ടില്ലല്ലോ, തുറന്നിട്ടില്ലാന്നറിയാം, എന്നാലും ഓൺലൈനിലൂടെ ഒക്കെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം കാണാൻ പോകണം എന്ന് കണ്ടത് അറിയാനാണ് അവിടെ നിന്ന് കാണാൻ പോയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ല ഇവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കാണുന്നാൽ അവരെ സോളജിക്കൽ പാർക്ക് കാണിച്ച് നല്ല ചായയും പപ്പടവടയും കൊടുത്ത് പറഞ്ഞയക്കാനുമല്ല നമ്മുടെ ലക്ഷ്യം. അവരിവിടെ വേണം ഒരു ദിവസം. നമ്മുടെ പുത്തൂര് കായല് കണ്ട്, നമ്മുടെ സോളജിക്കൽ പാർക്ക് കണ്ട്, വലിയൊരു കുത്ത് കണ്ട്, ഈച്ചി കണ്ട്, ഒരപ്പംകെട്ട് കണ്ട് ഇവിടെ തന്നെ വട്ടം തിരിയണം. എന്നാലേ അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂ, എന്നാലേ അവർക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, എന്നാലേ അവർക്ക് ഇവിടെ നിന്ന് വസ്ത്രം മേടിക്കാൻ പറ്റൂ, എന്നാലേ അവർക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ കാണാനും വാങ്ങാനും പറ്റും. ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കണം. അപ്പോഴാണ് നമ്മുടെ കേരള പഴനി എന്ന് വിളിക്കുന്ന ചോച്ചേരിക്കുന്ന അമ്പലത്തിൽ നിന്ന് പോകാം എന്ന് നിശ്ചയിക്കുക. അപ്പോഴാണ് ഒല്ലൂരിലെ മാനാകപ്പള്ളിയിൽ നിന്ന് പോയി വരാം എന്ന് കരുതുക. അപ്പോഴാണ് പുത്തൂരിലെ ഫൊറോണപ്പള്ളിയിൽ നിന്ന് പോയി കളയാം എന്ന് തീരുമാനിക്കുക. ഒരു ദിവസം പൂർണ്ണമായും കൊല്ലൂർ മണ്ഡലത്തിലെത്തുന്നവർക്ക് കാഴ്ചയുടെ വിരുന്ന് ഇവിടെ തന്നെ ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ റോഡുകളുടെ നിർമ്മാണം, യാത്രാ സഞ്ചാര സംവിധാനങ്ങൾ. ഞാൻ ഇന്നലെ നമ്മുടെ ബീച്ചിലെ യാത്ര ആസ്വദിക്കാൻ വേണ്ടി 2ാമത്തെ തവണയാണ് ഞാൻ. എത്ര പേരാണ് ഇപ്പൊ അവിടെ എത്തിച്ചേരാൻ പോകുന്നത്. സോളജിക്കൽ പാർക്ക് കൂടി വരുന്നതോടുകൂടി അവിടെ പുറത്താൾക്കാർ പോവാണ്. 2-ാം തീയതി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സോളജിക്കൽ പാർക്കിലേക്ക് വരണമെന്നൊരു ആശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് അവിടെ പോയി മൊട്ടവതിയിലൊന്ന് കയറണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മണ്ഡലം പൂർണ്ണമായും ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിയാൽ കുട്ടനല്ലൂരിൽ നിന്ന് ഇവിടേക്ക് പ്രവേശിച്ച് ബീച്ച് വഴി പട്ടിക്കാടിലൂടെ തിരിഞ്ഞു പോകും വഴിയൂര കച്ചവടം ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ആളുകൾ സാമ്പത്തികമായി മെച്ചപ്പെടാൻ വേണ്ടി പോകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ അതിൽ ക്ഷീര കർഷകർക്ക് കൂടി ഉന്നമനവും മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പദ്ധതിയെ തയ്യാറാക്കണം എന്നും കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.